സീറോ കാർബൺ സീറോ കലാമിറ്റി എന്ന സന്ദേശവുമായി കോഴിക്കോട് സ്വദേശിയായ അധ്യാപകൻ അഭിലാഷ് പുത്തഞ്ചേരി കോഴിക്കോട് നിന്ന് ആരംഭിച്ച കാൽനട യാത്ര കായംകുളത്തെത്തി. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സ്വീകരണവും ബോധവൽക്കരണ ക്ലാസും നടത്തി. സീറോ കാർബൺ സീറോ കലാമിറ്റി എന്ന സന്ദേശവുമായി ശ്രീലങ്ക മുഴുവൻ സൈക്കിളിൽ പര്യടനം നടത്തി നാട്ടിൽ തിരിച്ചെത്തിയ കോഴിക്കോട് സ്വദേശിയായ അധ്യാപകൻ അഭിലാഷ് പുത്തഞ്ചേരി കോഴിക്കോട് നിന്ന് ആരംഭിച്ച കാൽനട യാത്ര കായംകുളത്തെത്തി. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ യാത്രയ്ക്ക് സ്വീകരണവും നൽകി. ഇതോടൊപ്പം ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചത്. നമ്മുടെ കാലിന്റെ കാഫ് മസിൽ നമ്മൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ഷുഗർ മാറുമെന്ന്. കാഫ് മസിൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കാഫ് മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാർട്ടാണ്. അങ്ങനെ എൻ്റെ 42ാമത്തെ വയസ്സിൽ ഞാൻ സൈക്കിൾ പഠിക്കുകയാണ്. അതുവരെ എനിക്ക് സൈക്കിൾ അറിയില്ല. കാഫ് മസിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കിൾ പഠിച്ചത്. അങ്ങനെ സൈക്കിൾ പഠിച്ചു. കേരളത്തിലെ 14 ജില്ലകളിലൂടെ ഞാൻ സൈക്കിൾ ഓടിച്ച് ലഹരി വിരുദ്ധ സന്ദേശമായിട്ടാണ് ഈ 14 ജില്ലകളിൽ പോയത്. അതേപോലെ തന്നെ എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ധനുഷ്കോടിയിലേക്ക് സൈക്കിൾ ഓടിച്ചു പോയി. കഴിഞ്ഞ വെക്കേഷനിൽ എൻ്റെ നാട്ടിൽ നിന്ന് തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിലോട്ട് സൈക്കിൾ ഓടിച്ചു പോയി. ശ്രീലങ്കയിലേക്ക് സൈക്കിൾ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്ക ഒരു ദ്വീപ് രാജ്യമാണ്. നമുക്ക് 2 മാർഗ്ഗമാണ് ശ്രീലങ്കയിലേക്ക് എത്താൻ വേണ്ടി പറ്റുക. ഒന്ന് ഫ്ലൈറ്റും ഒന്ന് ഫെറിയും, ബോട്ട്. അപ്പം ഞാൻ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗപട്ടണം എന്ന് പറയുന്ന സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ. അവിടുന്ന് ബോട്ടിൽ ശ്രീലങ്കയ്ക്ക് അടുത്തുള്ള ജാഫ്ന അങ്ങോട്ട് പോയിട്ട് 1 മാസം മൊത്തം ശ്രീലങ്ക കറങ്ങി തിരിച്ച് എത്തിയത്. 1 മാസമായിട്ടുള്ളൂ വന്നിട്ട്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് കേരളീയ സമൂഹത്തെ മാറ്റിത്തീർക്കുന്ന, വിവിധ രംഗങ്ങളിൽ മാറ്റിത്തീർക്കുന്ന സാമൂഹ്യ പ്രവർത്തകരുണ്ട്. ഈ സാമൂഹ്യ പ്രവർത്തകരെ കാണാനും അവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് 2 മാസം യാത്ര ചെയ്തത്. ഇവരെക്കുറിച്ച് ഞാനൊന്ന് പഠിച്ചിരുന്നു. എന്നാൽ അവരുടെ ഇടങ്ങളിൽ പോയി അവർ ചെയ്യുന്ന പ്രവർത്തനം കാണണമെന്ന് എനിക്കൊരാഗ്രഹം. അങ്ങനെ പോയി കണ്ടു. നമുക്കൊക്കെ അറിയാവുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വയനാട് KJ ബേബി എന്ന് പറയുന്ന ഒരു നാടക പ്രവർത്തകനുണ്ട്. മാവേലി മൺട്രം എന്ന് പറയുന്ന എഴുതിയ KJ ബേബി. അങ്ങനെ ഒത്തിരി പ്രവർത്തനം. ഇപ്പം കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറുണ്ട്. ഒരു പൈസയും മേടിക്കാതെ അവരെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ. കോഴിക്കോട് ജില്ലയിലെ പുത്തഞ്ചേരി സ്വദേശിയാണ് 44-കാരനായ അഭിലാഷ്. സൈക്കിൾ യാത്ര ഏറെ ഇഷ്ടപ്പെടുന്ന അഭിലാഷ് ജന്മനാടിന് തൊട്ടടുത്തുള്ള മൊടക്കല്ലൂരിൽ നിന്നാണ് തന്റെ പുതിയ കാൽനട യാത്ര ആരംഭിച്ചത്. ജൂൺ അവസാനത്തോടെ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്ന് മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും നേരിൽ കണ്ട് തന്റെ യാത്രാ സന്ദേശം കൈമാറാനാണ് അഭിലാഷ് ലക്ഷ്യമിടുന്നത്. കായംകുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ യാത്രികനായ അഭിലാഷ് പുത്തഞ്ചേരി ബോധവൽക്കരണ സന്ദേശം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ MH രമേഷ് കുമാർ മുഖ്യാതിഥിയായി. NSS പ്രോഗ്രാം ഓഫീസർ രാജലക്ഷ്മി സ്വാഗതവും വോളണ്ടിയർ സെക്രട്ടറി ശ്രീലക്ഷ്മി നന്ദിയും പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.